അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഗോളിയറൻസ് തന്നെ വന്നപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും അറിയില്ല. എങ്ങനെയാണ് മാവൂർ ഒരു ഗോളിയറൻസ് വന്ന് അതിൻ്റെ പശ്ചാത്തലം എന്താ ആളുകൾ അറിയണമല്ലോ, ചെറുപ്പക്കാർക്ക് അറിയില്ലല്ലോ, മനസ്സിലാക്കണമല്ലോ. കേരളത്തിൽ 1987 EMS ഗവൺമെൻറ് വന്നു. അങ്ങനെ EMS ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ മലബാറിലും വടക്കേ മലബാറിലും വ്യവസായശാലകളേ ഇല്ല. വ്യവസായശാലകൾ ഉണ്ടായിരുന്നത് എറണാകുളത്ത് കലൂരുണ്ട്, കൊല്ലത്ത് പിന്നെ ഫാക്ടറികളുണ്ട്, അവിടെ കയറുണ്ടാക്കുന്നത്, അതുപോലെ തന്നെ അണ്ടി കശുവണ്ടിയുണ്ട്, വിവിധ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. പക്ഷേ മലബാറിൽ ഒരു വ്യവസായം എന്ന് പറയാനില്ല. വടകര മാത്രം കുറച്ച് മറ്റേ കൈത്തറി തൊഴിലാളികളുണ്ട്, വേറെ ഇല്ല. പിന്നെ ഫറൂഖിൽ ഒരു ചെറിയ കുറച്ച് ഓട്ട് കമ്പനികളും, വേറെ വ്യവസായശാല. അപ്പോൾ അതൊരു കേരളത്തിലൊരു സംഘടിത വ്യവസായശാല വടക്കര മലബാറിൽ വേണം. അതിന് ആ രീതിയിൽ അന്നത്തെ ഗവൺമെൻറ് തീരുമാനിച്ചു, സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അന്നത്തെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുത്തക മുതലാളിമാരായിട്ടുള്ള അന്നത്തെ ടാറ്റ, ബിർള, ഗോയങ്കെ, സിംഗാനിയ ഈ 5 കമ്പനിക്കാർക്ക് സർക്കാർ കത്തെഴുതി നിങ്ങളൊരു വ്യവസായം ഇവിടെ തുടങ്ങണം. അങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞ അവസരത്തിൽ, കത്ത് കിട്ടിയ അവസരത്തിൽ ബിർളയുടെ കമ്പനി അന്ന് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ അവിടെയാണ് ഒരു ഹെഡ് ഓഫീസ്, അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ഓഫീസിലെല്ലാം. അവരങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ട് ഒരു കണ്ടുപിടിച്ചു, മുളയിൽ നിന്ന് പൾപ്പുണ്ടാക്കാൻ കണ്ടുപിടിച്ചു. അങ്ങനെ മുളയിൽ നിന്ന് പൾപ്പുണ്ടാക്കാൻ കണ്ടുപിടിച്ച് VP ഗോഹൽ എന്ന് പറയുന്ന സാഹിത്യകാരൻ, പിന്നെ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. പിന്നെ ഗോളിയറൻസ് ഉദ്യോഗസ്ഥനായി VP ഗോഹൽ. അങ്ങനെ VP ഗോഹൽ ഇത് കണ്ടുപിടിച്ച കാര്യം കേരള ഗവൺമെൻറ് അറിയിച്ചു, ഇങ്ങനെ മുളയിൽ നിന്ന് പൾപ്പുണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, ഞങ്ങളൊരു ഫാക്ടറിക്ക് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ അന്ന് ഗോളിയോർ സൂട്ടിങ് എന്ന് പറയുന്ന തുണിയാണ് ഏറ്റവും പ്രധാന, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുണിയാണ്. പാൻറ്റിൻ്റെയും ഷർട്ടിൻ്റെയും തുണി ഗോളിയോർ സൂട്ടിങ്ങാണ്. ഇന്നിപ്പോൾ ഗോളിയോർ സൂട്ടിങ് എന്ന പേരൊന്നാളും കേൾക്കുന്നില്ല. ആ ഗോളിയോർ സൂട്ടിങ് ഉണ്ടാക്കുന്നത് പൾപ്പിൽ നിന്ന് ഫൈബർ ഉണ്ടാക്കി, ആ ഫൈബർ നൂലാക്കി, ആ നൂല് കൊണ്ടാണ് പാൻറ്റും ഷർട്ടും ഉണ്ടാക്കിയിരുന്നത്. ഗോളിയോർ സൂട്ടിങ് പഴയ ആളുകൾക്കറിയാം ഗോളിയോർ സൂട്ടിങ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ അപ്പോൾ അവർക്കൊരു താല്പര്യമുണ്ട്, കാരണം അവരന്ന് ഫിൻലാൻഡിൽ നിന്നും കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യായിരുന്നു പൾപ്പ്, എന്നിവിടെ നൂലാക്കിയിട്ടാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു കേരള ഗവൺമെൻറ്റിനോട്, ഇങ്ങനെ മുള കിട്ടുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ നമുക്കൊരു വ്യവസായം ഞങ്ങൾ തുടങ്ങാൻ തയ്യാറാണ്. കേരളത്തിലാണ് അന്നത്തെ സ്ഥിതി എന്താ, എല്ലാ ജില്ലകളിലും കാടുകളുണ്ട്, ആ കാടുകൾ നിറയെ മുളകളാണ്. വേനൽക്കാലമായാൽ കത്തിക്കരിഞ്ഞു പോവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അസംസ്കൃത പദാർത്ഥം ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് കേരളത്തിൽ. അങ്ങനെയാണ് ഇവിടെ വന്നത്. അപ്പോൾ എവിടെയാണ് തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ അന്വേഷണം നടത്തിയപ്പം ആ ഫാക്ടറി ഫിൻലാൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഫിൻലാൻഡിലെ പ്രധാനപ്പെട്ട ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഫെർക്കുലൻഡ് എന്ന് പറയുന്ന സായിപ്പ്, അയാളുടെ നേതൃത്വത്തിലാണ് സ്ഥലപരിശോധന നടത്തിയത്. കാരണം ഫാക്ടറി സ്ഥാപിക്കാൻ ആവശ്യമായ പിൻബലം കാര്യങ്ങളൊക്കെ വേണമല്ലോ. അങ്ങനെ അയാൾ കേരളത്തിൽ പരിശോധിച്ചപ്പം അവസാനമാണ് മാവൂരിലാണ് ഏറ്റവും പറ്റിയ സ്ഥലം. കാരണം ചാലിയാർ അപ്പുറത്തുണ്ട്, ഈ തെങ്ങിലക്കടവ് പാലമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പാലം വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സൗകര്യമായി എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ സ്ഥലം കണ്ടുപിടിക്കുകയും അങ്ങനെ സ്ഥലം എക്വയർ ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ബിർള ഫാക്ടറി 1958 മുതൽ 59 കാലഘട്ടത്തിലാണ് തീരുമാനമെടുത്ത് പ്രവർത്തനം ആരംഭിച്ച് 62 അവസാനം നമ്മൾ ഉൽപ്പാദനം ഇറങ്ങി 63 പൂർണ്ണമായും പൾപ്പ് ഉൽപ്പാദനം തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിയ അവസരത്തിലാണ് ഇവിടെ മൗർ റൈൻസ് ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിലാണ് ഇവിടെ, അതിനുശേഷമാണ് തെങ്ങിലക്കടവ് പാലം വരുന്നത്. അതിനു മുമ്പ് ഇവിടേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വരുന്നത് പുഴയിൽ കൂടിയാണ്. ബോട്ടുണ്ട്, ഫറൂഖിലാണ് ബോട്ട്. ഫറൂഖിലേക്ക് എത്തിയിട്ട് അവിടുന്ന് ബോട്ടിൽ കൊണ്ടുവന്നാണ് ഈ കമ്പനിയുടെ മുഴുവൻ സാധനങ്ങളും ഇവിടെ ഉണ്ടാക്കാൻ നിർമ്മാണ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവന്നത് ബോട്ടിലാണ്. കാരണം ഇങ്ങോട്ട് സാധനം വരില്ല. പിന്നീട് 63 ശേഷമാണ് അപ്പോൾ ഈ കമ്പനി പൾപ്പ് ഡിവിഷൻ. ഞാൻ 1963 മാർച്ച് മാസത്തിൽ ഗോളിയറൻസ് ജോലി ചേർന്നാണ്, സ്ഥിരം ജോലിയായി ചേർന്നാണ്. അന്ന് ഉൽപ്പാദനം തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പറഞ്ഞാൽ അങ്ങനെയുള്ള